എല്ലാവർക്കും സലു പ്ലസിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. നമ്മളുടെ ഇന്നത്തെ മറ്റൊരു പ്രഭാതമാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ. എൻ്റെ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും മട്ടനും ഒക്കെ വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പം രാവിലെ പാളയം മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ തിരക്കില്ലാതെ ഇതെല്ലാം വാങ്ങിച്ചെടുക്കാം. അങ്ങനെ ഇപ്പം നമ്മൾ പാളയം മാർക്കറ്റിലേക്ക് പോവുകയാണ്. കണ്ടോ, രാവിലെ ആയതുകൊണ്ട് തന്നെ അവരെല്ലാം വെജിറ്റബിൾസും ഒക്കെ എല്ലാം എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. ഇപ്പം മട്ടൺ ഷോപ്പിൽ വന്ന് ഞങ്ങൾ മട്ടൺ വാങ്ങിച്ചു, വെജിറ്റബിൾ എല്ലാം വാങ്ങി തിരിച്ചു പോവാണ്. റോഡിലും അത്ര അധികം തിരക്കൊന്നുമില്ല. കണ്ടോ, നല്ല രസമുണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഈ റോഡിലൂടെയുള്ള ഒരു യാത്ര. അപ്പം ഞാൻ വീട്ടിൽ വന്ന ഉടൻ തന്നെ പൂരി ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. ഞാൻ പൂരിക്ക് കുഴച്ച് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ വേറൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇവർക്ക് ഇന്നിപ്പം ഒരു തട്ടിക്കൂട്ട് പണിയാണ് ചെയ്യണത് കേട്ടോ. പൂരിക്ക് ഞാൻ തൈര് സാലഡുമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതൊരു അടിപൊളി പൂരിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ശരിക്കും ഇതിൽ എണ്ണ ഉടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അദ്ദേഹം നോക്കിയേ, നല്ല പഫായിട്ടാണ് ഈ പൂരി ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് റൈത്ത തയ്യാറാക്കി എടുക്കുകയാണ്. ഇതാവുമ്പോൾ പൂരിക്ക് നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഇവിടെ പൂരി ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ സുൽത്താനാണ്. പക്ഷേ സുൽത്താൻ ഇപ്രാവശ്യം വന്നിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം റെഡിയായിട്ട് ഒരു പാലുകാച്ചുണ്ട്, പാലുകാച്ചിനായിട്ട് പോകാനായിട്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കഴിക്കാനായിട്ട് ടേബിളിലേക്ക് വിളിക്കുകയാണ്. കണ്ടോ, ഈ പൂരി ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് താന്നു പോകത്തില്ല കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ ഈ പൂരി ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞങ്ങളിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മെഷീൻ ശരിയാക്കാൻ ആളിനെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വന്നു. അപ്പോൾ അതിനിടയിൽ മെഷീൻ ഞാൻ ശരിയാക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ തയ്ക്കലില്ല കേട്ടോ. അപ്പോൾ അത് കാരണം എൻ്റെ മെഷീൻ ഇതുപോലെ ഒന്ന് സർവീസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു. പക്ഷേ അദ്ദേഹം നല്ലതായിട്ട് എൻ്റെ മെഷീൻ ശരിയാക്കി തന്നു കേട്ടോ. നല്ല ചൂടല്ലേ. അപ്പം ഞാൻ ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞപ്പം വേണ്ട, തണുത്ത വെള്ളം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് തണുത്ത വെള്ളം കൊണ്ടു കൊടുത്തു. അപ്പം വെച്ച് ജോലി ചെയ്യാൻ സൗകര്യത്തിന് ഇത് കണ്ടോ, മുറ്റത്താണ്, വരാന്തയിലാണ് അദ്ദേഹം എല്ലാം കൊണ്ടുവച്ചിരുന്ന് എല്ലാം ശരിയാക്കിയൊക്കെ പണിയുന്നത്. എനിക്ക് ഈ തയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിനി തയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം നേരെ പാലുകാച്ച് സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്ലാട്ടുമുക്ക് വീട്ടിലൊന്ന് കയറിയിട്ട് അവിടുത്തെ കറണ്ട് ബില്ലൊന്ന് എടുക്കണം. കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇനി അത് നമ്മൾ ബില്ലടച്ചില്ലെങ്കിൽ പെനാൽറ്റി വരും. അപ്പോൾ അത് എടുക്കാൻ വേണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ജാമ്പയെ ഒന്ന് നോക്കാൻ വേണം. എൻ്റെ ജാമ്പ പോയി, കഷ്ടമായിപ്പോയി. ഇല്ലെന്ന് എല്ലാം പുഴു അടിച്ച്. നിങ്ങൾക്കൊക്കെ ഇതിനൊരു സൊല്യൂഷൻ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം കണ്ട ഈ ഇലകളെല്ലാം ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാൻ ഇതിന് മുൻപ് വന്നപ്പോഴേക്ക് ഇത് നിറച്ച് ജാമ്പയ്ക്കായിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് ജാമ്പയ്ക്ക പിടിച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂട്ടിലാണ് ജാമ്പയ്ക്ക ഫുള്ളായിട്ട് പിടിച്ചു വന്നിരിക്കുന്നത്. നോക്കിക്കേ, എന്ത് രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇപ്പം ആപ്പിൾ ജാമ്പ എന്ന് പറഞ്ഞ് ഞാനിത് നട്ടപ്പോഴേക്ക് ഞാൻ വിചാരിച്ച ആപ്പിളിൻ്റെ കളറിലെ ജാമ്പയായിരിക്കുന്നു. പക്ഷേ ഈ ഒരു ഗ്രീൻ കളറിലെ ആപ്പിൾ ജാമ്പയാണ്. പക്ഷെ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നല്ല മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര മധുരമായിരുന്നു. ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത്. പിന്നെ ഇതിനെന്ത് പറ്റിയെന്ന് ഒരു പിടുത്തവും ഇല്ല. കണ്ടോ, ഇതാണ് നമ്മളുടെ ജാമ്പയ്ക്കയുടെ സൈസ്. ഇതിനേക്കാളും വലുതുള്ളതും ഉണ്ട് കേട്ടോ. ഞാൻ പറിച്ചതിൽ ഇത്രയും ജാമ്പയ്ക്കാണ് എനിക്ക് പറിച്ചതിൽ നിന്ന് കിട്ടിയത്. നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ. കറണ്ട് ബില്ല് വന്നല്ലേ? കറണ്ട് ബില്ല് വെള്ളം വന്ന് കറണ്ട് ബില്ല് ഡേറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞു. അവരടച്ചു എന്ന് പറഞ്ഞു.
ഇത് വലിയ ഷോപ്പിംഗ് ലിസ്റ്റ്. അവർക്ക് തുറന്നിറങ്ങാനുള്ള എനിക്കിങ്ങനെയാണ് ഡോർ കൂട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഒരു ഡൗട്ടാണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ പോണത് കന്യാകുളങ്ങരയിലേക്കാണ്. ഇതാണ് നമ്മളുടെ നിയമസഭാ മന്ദിരം കേട്ടോ. എപ്പോഴും റഷുള്ള റോഡാണ് ഈ പട്ടം സെൻറ്റ് മേരീസ് റോഡ്. ഈ റോഡിൻ്റെ കണ്ടോ മുകളിലെ നടപ്പാത ഇത് ഓപ്പൺ ആയിട്ടില്ല. ഇതേപോലത്തെ ഒരു നടപ്പാത നമ്മളുടെ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ മുകളിലും ഉണ്ട്. അവിടുത്തേത് ഓപ്പൺ ആണ് കേട്ടോ. ഞാൻ പഠിച്ച കോളേജും പഠിച്ച സ്കൂളും ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ നിങ്ങൾ നോക്കിയ ആ ഫ്രണ്ടിൽ കണ്ടോ ഷോപ്പിംഗ് മാൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് അതിനകത്തുള്ളതാണ്. ആ കോമ്പൗണ്ടിനുള്ളിൽ ഒരു 18-19 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. മെഡിക്കൽ കോളേജ് ഇല്ല. കിൻഡർ ഗാർഡൻ തൊട്ട് സെമിത്തേരി വരെ അതിനകത്തുണ്ട്. മെഡിക്കൽ കോളേജ് ഇല്ല. ഇപ്പൊ ഞങ്ങള് ഒരു പാല് കാച്ചിന് പോയിട്ട് വരെയായിരുന്നു. എന്റെ കസിൻ സിസ്റ്ററിന്റെ വീട്ടിലെ പാല് കാച്ചായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ വ്ലോഗ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അത് അങ്ങനെ ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴേക്കാണ് അവിടെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പൊ അവർക്ക് എന്നെ കണ്ടപ്പോഴേക്കും വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. എനിക്ക് അതിനേക്കാളേറെ സന്തോഷം തോന്നി. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇപ്പൊ ഞങ്ങൾ പാലുകാച്ചിന് പോയ അവളുടെ അനിയത്തിയുടെ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം ആ മോളാണെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് അവൾക്ക് ഇന്ന് കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളുടെ വാപ്പാടെ അടുത്ത് ഇന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ വാ മോളെ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് വീട്ടിൽ വന്നിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കി തരാം, എന്നിട്ട് നമുക്കത് ഒരുമിച്ച് മുറിക്കാം, നിങ്ങളൊക്കെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവളൊരു പകുതി ഹാഫ് മൈൻഡിൽ ഇങ്ങനെ നിൽക്കാണ്. കുഞ്ഞല്ലേ. അപ്പൊ അവള് പറയണ വാപ്പ കൂടി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. വാപ്പക്കാണെങ്കിൽ ഇന്ന് അവിടെ ആ പാലുകാച്ചിന്റെ തിരക്കും കാര്യമായിട്ട് വരാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അപ്പൊ നമ്മള് ഇനിയിപ്പോ വീട്ടിൽ വന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ തിരിച്ച് അവർക്ക് കൊണ്ട് കൊടുക്കാനുള്ള സമയമില്ല. അപ്പൊ നമ്മൾ കേക്കിന് നമ്മൾ വണ്ടി കയറിയിട്ട് തന്നെ സൽമാൻ ഓർഡർ കൊടുത്തു കേക്കിന്. അപ്പൊ നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് പോവാണ്. അപ്പൊ ഇനി കേക്ക് വാങ്ങിച്ചിട്ട് ഇനി നമ്മൾ തിരിച്ച് അങ്ങ് പോണം. കന്യാകുളങ്ങരയാണ് കേട്ടോ. അവിടെ പോയി കുഞ്ഞിനെ വിളിച്ച് അതൊന്ന് കട്ട് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കണം. അവർക്ക് അറിയത്തില്ല നമ്മൾ വരുമോ വരൂലേ എന്നുള്ളത്. നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചതാണ്. ഇനി അവര് താമസിക്കുന്ന നെടുമങ്ങാടാണ്. അപ്പൊ അവരിനി അവിടെ നിന്ന് വൈകുന്നേരം നമ്മൾ അവിടെ എത്തുമ്പോ പോവാന്നുള്ള അറിയത്തില്ല. എന്തായാലും പോയാലും അവിടെ അവളുടെ വീട്ടിൽ കാണുമല്ല. അങ്ങനെ വിചാരിച്ച് ഞങ്ങളിപ്പോ കേക്ക് വാങ്ങാനായിട്ട് അങ്ങോട്ട് പോകണം. അപ്പൊ 1 മണിക്കൂർ ടൈം ആവും എന്ന് പറഞ്ഞു കേക്ക് കിട്ടാനായിട്ട്. ഇപ്പൊ പള്ളിയിൽ കയറിയവര് നിസ്കരിച്ചിട്ടൊക്കെ വന്നപ്പോ ഇപ്പൊ ഏകദേശം അല്ലേ 1 മണിക്കൂർ ആകാറായി. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാം. പിന്നെ നമ്മുടെ സുൽത്താൻ ഇന്നില്ല കേട്ടോ. സുൽത്താൻ ഇന്ന് കൊറേ തുണി നനയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നീ തുണി എടുത്തിട്ട് ഇങ്ങ് വന്നാ പോരെ, അതുമ്പോ 2 ബക്കറ്റിലെ തുണിയൊക്കെ എനിക്കിപ്പോ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയാണ് അവൻ ചോദിച്ചത്. അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം സുൽത്താൻ ഇല്ല. റോഡിൽ നല്ല ഗട്ടർ കേട്ടോ. അതാണ് ഇങ്ങനെ ക്യാമറ ഷേക്കായി പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ ഇവർ 2 പേരുമാണുള്ളത്. സ്ഥലം കൊറങ്കോണം. We are crossing കൊറങ്കോണം. സുലൈമാനെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ കാസർഗോഡ് വ്യൂവേഴ്സിന്. കാസർഗോഡ് എവിടെയാണ് സുലൈമാനെ? കേട്ടല്ല, ആ സ്ഥലത്ത് തന്നെ. കേക്ക് ഓർഡർ ചെയ്യാൻ വന്നപ്പോൾ നിസ്സാരികൾക്ക് പൂതി ഇത് കണ്ടപ്പോഴേക്ക്. വാനില വെൻചോ കേക്ക്. വാവ്, നല്ല
ഒന്ന് മുറിയോ അപ്പൊ കൊതിപ്പിക്കുകയാണ്. താങ്ക് യു. സാർ ആദ്യം നമുക്കൊന്ന് ഒതുക്കിയതാണ് കേട്ടോ. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ നോക്കണം. കാലം അതായിപ്പോയി. അങ്ങനെ നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയാണ്. നമ്മുടെ നിസാർക്കുള്ള കപ്പുച്ചിനോ ഇവിടെ റെഡിയാണ്. എന്തൊരു ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നമുക്ക് തോന്നുന്നു ഈസിയാണ്, അത്ര ഈസിയൊന്നും അല്ലാട്ടോ എഴുതുന്നത്. ശരിക്കും ഈ കപ്പുച്ചിനോ എനിക്കിങ്ങനെ കലക്കാൻ തോന്നുന്നില്ല, കാരണം ആ ഡിസൈൻ നഷ്ടപ്പെടുന്നുണ്ട്. കലക്കുന്നത് സർപ്രൈസ് കൊടുക്കാനായിട്ട് ആളുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഭാഗത്ത് പോയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ അടുത്ത സ്റ്റോപ്പ്. എന്താണ് Happy birthday to you. പേര് പറഞ്ഞു കൊടുത്തേ മോളുടെ. നാദിയ. നാദിയ ഒരു പാട്ടും കൂടെ പാടിയേക്കണേ. ഇതാണ് എൻ്റെ കസിൻ്റെ വീട്. ഇതവര് റിന്യൂവേഷൻ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ആ മോള് വളരെ ഹാപ്പിയായി. ശരിക്കും കൊച്ചു പിള്ളേർക്കൊക്കെ ഇതുപോലെ കൊച്ചു കൊച്ചു സർപ്രൈസ് ഒക്കെ കൊടുക്കുമ്പം അവർക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ എനിക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മളുടെ സലൂ പ്ലസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഉത്സവം എന്താണ്? അമ്പലത്തിൽ ഉത്സവമായിരിക്കും. പൊങ്കല സീസൺ അല്ലേ? ഇപ്പം നമ്മൾ അങ്ങനെ പോകുന്ന വഴിയിൽ രാവിലെ ഞാൻ മട്ടണും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചല്ലോ. അപ്പോൾ കുറച്ച് ഗ്രോസറി സാധനം കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു.
അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ വെളിയിലിറങ്ങിയതാണ്. അപ്പം ഒന്ന് പോത്തീസിൽ പോയി കഴിഞ്ഞാൽ ഗ്രോസറി സാധനങ്ങളൊക്കെ എടുക്കാം. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്ക് കേട്ടോ. പിന്നെ അവിടെയും എൻ്റെ 1-2 പരിചയക്കാരെയൊക്കെ കണ്ടു. ശരിക്കും ഇങ്ങനെ ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മൾ പോയി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. നിസാർക്കാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ ഇത്. പിന്നെ നിസാർക്കാക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് സാലഡ് ഉണ്ടാക്കൂലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും, പിന്നെ എനിക്ക് മഞ്ഞൾ വാങ്ങി പൊടിക്കേണ്ടതുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് ചില്ലറ ഇതുപോലത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അതാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് കൈവാക്കിന് തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഇതാരം നോക്കിയേ, ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പാണ്. മൂത്തായിട്ട് ഇത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ വരുള്ളൂ. അത് തിരിച്ചു വരുമോ? തിരിച്ച് എനിക്കൊന്ന് സിറ്റി ഡിപ്പോയിലാണ്. അപ്പൊ എനിക്കൊന്ന് പക്ഷെ വേറൊരു നമ്മുടെ ഒരു ഹെറിറ്റേജ് അല്ലേ, അത് വേറെ വേണ്ടി എന്തോ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു ഹെറിറ്റേജ് ഡബിൾ ഡക്കർ ട്രിപ്പ് ഓടുന്ന ബസ്. മറ്റേത് ഇങ്ങനെ സ്പെഷ്യൽ ഈവന്റ്സും അങ്ങനത്തെ കാര്യത്തിനൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ബസ് എന്നാണ് കേട്ടിട്ടുള്ളത്. രാത്രി കാണാനൊക്കെ നല്ല രസമാണ്. ഇത് നമ്മള് വെളിയിലൊക്കെ ലൈറ്റ് ഇടുന്ന എപ്പോഴെന്നറിയാം, നമ്മള് ഈ ഓണാഘോഷമൊക്കെ വരുമ്പോഴേ. ടാറ്റാ KSRTC മൂത്താപ്പ ഇല്ലല്ലോ, പണ്ടൊക്കെ അല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴേക്ക് ലേറ്റായി കേട്ടോ. അപ്പോൾ നമ്മുടെ റിസ്വാൻ ഒരു പൂതി, അവന് ഷവർമ്മ തിന്നണം എന്ന്. അപ്പം നിസാറിക്ക് ഷവർമ്മ ഓർഡർ ചെയ്തു. ഇപ്പം എനിക്ക് വേണ്ടി ഇതേ ജ്യൂസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഫാഷൻ ഫ്രൂട്ട് മൊച്ചിത്തോ ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ വൈൻഡപ്പ് ചെയ്ത ശേഷം വീണ്ടും നമ്മളുടെ പ്ലാൻ മാറി. സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ ഇവർക്ക് എന്ത് വേണം, ഷവർമ്മ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഷവർമ്മയൊക്കെ വാങ്ങിച്ചു. ഇപ്പൊ സമയം രാത്രി 7:45 മണിയായി. സത്യം പറഞ്ഞാൽ ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. രാവിലെ അതിന് വലിയൊരു ദിവസം പോലെ തോന്നുന്നു. സംഭവം ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിരുന്നു. പക്ഷെ എന്തോ വലിയ യാത്ര ചെയ്തതുപോലാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇനി അടുത്ത് നല്ലൊരു എപ്പിസോഡുമായി കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അതുവരെ എല്ലാവർക്കും ബൈ. ഇത് രണ്ട് റിലയൻസിൽ ഞാൻ പറഞ്ഞില്ലേ ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടായിരുന്നോണ്ട് ക്യൂ നിന്നത്. അത് തന്നെ. ആ സാധനം ഇന്ന് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ വാപ്പ എത്തിയിട്ടുണ്ട്. ഇനി തുറക്കാം. അല്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് നോക്കി ഇന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞ സാധനമാണ്. അതുകൊണ്ട് ഇതില് സർപ്രൈസ് ഒന്നുമില്ല. പിന്നെ അതേ സാധനം തന്നെയാണ്. ഇവര് കണ്ടില്ല. ഇത് ആവശ്യമില്ലാതെ ആവശ്യം ഉണ്ടാക്കിയെടുത്തല്ലേ ഈ ചെരുപ്പ്. അതേ സാധനം തന്നെ അവിടെ വെച്ച് സൈസ് ഒക്കെ നോക്കി. റിസ്വാന്റെ വലിയ കാലാണ് കേട്ടോ. സൈസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ വീട്ടില് നിസാറയ്ക്ക് ഒഴികെ എല്ലാവർക്കും വലിയ കാലുകളാണ്. പക്ഷേ നിങ്ങള് ഏതെങ്കിലും 11 കിട്ടുവാണെങ്കിൽ റിസ്വാൻ വാങ്ങിച്ചു കൊടുത്താൽ. ബ്ലൂവിന്റെ ആളാണ്. ഇനി ആർക്കെങ്കിലും സൽമാന് ഷർട്ട് വാങ്ങിച്ചു തരണം തോന്നി അവര് ബ്ലൂ വാങ്ങിച്ചു തരും. ഇവർക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ നിരോധനം ബാധകമല്ലേ? അങ്ങനെയാണെങ്കിൽ പാൽ കവറോ അതായത് തിരിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. നല്ല തുണിയാണ്. അപ്പൊ സൽമാൻ ഷർട്ട് ഇടുമ്പം നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇവൻ എപ്പോഴും ഒരു ഷർട്ടേ ഇടുള്ളൂ. ബ്ലൂ ആണ് എല്ലാം എടുക്കുന്നത്. നീ അടുത്ത് വേറെ മാത്രമേ വന്നുള്ളൂ. ഇല്ല, സോക്സ്. ഇതെന്തിനു വാങ്ങിച്ചാന്ന് അറിയോ? ആ കൂപ്പണിൽ 2000 രൂപ തികച്ചാൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തികയ്ക്കാൻ വേണ്ടി നേരത്തെ അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1999 എല്ലാത്തിനും ഇപ്പൊ ഡ്രസ്സൊക്കെ ഇപ്പൊ നമ്മളുടെ കുർത്തിയൊക്കെ ആണെങ്കിൽ 999. 1000 തികക്കില്ല. 1000 മുകളിലുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഉള്ളു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചാലേ പറ്റൂ. ഭയങ്കര ബുദ്ധി. റെസ്റ്റോറന്റ് കാലും കറക്റ്റ്.